പിരീശപ്പുമാലപ്പുറമേ മിശപ്പടി സുഗന്ധിടുമിസൈത്തിടം പിരീശപ്പുമാലപ്പുറമേ. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രണ്ടിനങ്ങളിൽ വിജയം നേടിയിട്ടുള്ള ഒരു മിടുക്കി കുട്ടിയാണ്. പേര് അസിൻ. ഞാൻ കൂടുതൽ ആളെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ആള് നല്ല പ്രശസ്തയാണ്. നമുക്ക് കുട്ടിയെ പരിചയപ്പെടാം. ഏതൊക്കെ ഇനത്തിനാണ് കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്? മാപ്പിളപ്പാട്ടും പിന്നെ ഉറുദു ഗസലും. മാപ്പിളപ്പാട്ടും ഉറുദു ഗസലിനുമാണ്. അപ്പൊ നമുക്കൊരു നല്ല മാപ്പിളപ്പാട്ട് കേൾക്കാം. ഇപ്പോ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള ആ ഒരു മാപ്പിളപ്പാട്ട് തന്നെയാണ് അസിൻ പാടാൻ പോകുന്നത്. ഈ ഒരു പാട്ടിൽ ലിറിക്സ് ചെയ്തിരിക്കുന്നത് ഹംസ നരോക്കർ സാറാണ്. ആൻഡ് മ്യൂസിക്കും ട്രെയിനിങ്ങും ചെയ്തിരിക്കുന്നത് ഹനീഫ മുടിക്കോട് സാറാണ്. ഒരു പാട്ട് കുലീനത്തോർ ഷുഹർ വീര വാരിക്കുന്ന തലമേ കലാമുപ്പിത്തുകൾ തുഞ്ചത്തോരെ ബികത്തലമേ തരീശോടു കാവാനരം വള്ളത്തോളിൻ്റെ തുടരെ മദ്ദള പാട വൈദേരീശൽ പോലിമാ പൊലിമാറ്റ തറവാടാണേ നീലവർണ്ണ കർണപൂർണ്ണ കുറെ കനർ സമൃദ്ധം നിറ ഇഷ്ടനിസ്തം സുറൂരത്ത പ്രകൃതം കേമർ മന്ദിരമും ദീപം കലക്കേളി തകൃതം കോവിലേകം തേക്കിൽ മുന്തും ആര്യവൈദ്യ അമൃതം പതിരസരിടം കറമിടം മിക നഗരം ഉദിരസരിടപട ജനസുഖ നിബിടം സരനേര സദസിത ദേശ നേച്ചർ ബെല്ലസും സമരിസ പലരിസ നാസം ഗോശലുലസും നല്ല നല്ല നീല നീല നല്ല നല്ല നീല നീല പല നീല സുരുതി നല്ല നല്ല നീല നീല പല നീല സുരുതി മഹിതമേ ബല അടിപൊളിയായിട്ട് മാപ്പിളപ്പാട്ട് നമ്മൾ കേട്ടു. നമ്മളെ അതിങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് തോന്നുകയാണ്, മതി വരികയല്ല. അപ്പോ ഇവിടെ പിന്തുണയായിട്ട് സാറുമാരും അവരുടെ പാരന്റ്സ് എല്ലാവരും അസിന്റെ കൂടെ ഉണ്ട്. ഗാനം കൂടെ ഞങ്ങൾക്ക് വേണ്ടി തരില്ലേ? ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടി വന്നാൽ താരകരാവ് രാവണിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ നാളോ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ പാരിതിൽ നാം പോയിടാം വിണ്ണതി പോലൊഴുകിടാം മിന്നൽവള കയ്യിലിട്ട് പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മറിവിലാണോ നീ മിന്നൽവള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മറിവിലാണോ നീ. അപ്പൊ എന്തായാലും നമുക്ക് പാരന്റ്സിനെ കുറിച്ച് അറിയാം, വീട്ടിലെ വിശേഷങ്ങൾ അറിയാം. എന്താണ് ഉമ്മയുടെ ഉപ്പയുടെ ഒക്കെ പേരെന്താണ്? അവര് തരുന്ന സപ്പോർട്ട് എന്താണ്? ഉപ്പയുടെ പേര് സൈനുൽ ആബിദീൻ, ഉമ്മയുടെ പേര് ജമീല. ഉപ്പയാണ് എൻ്റെ കൂടെ എല്ലാ പ്രോഗ്രാമിനും എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഉപ്പയാണ്. അല്ല, ഉമ്മ ഉണ്ടാവാറുണ്ട്. എല്ലാത്തിനും എൻ്റെ കൂടെ എല്ലാ പ്രോഗ്രാമിനൊക്കെ വരാറ് ഉപ്പയാണ്. പിന്നെ എനിക്ക് 2 താത്തമാരും ഒരു കാക്കയുണ്ട്. അവരും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഓക്കെ. അപ്പൊ അതിനൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് അല്ലെ? നല്ല രീതിയിൽ സെലിബ്രിറ്റി ആണ്. നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പം ഇനി സംസ്ഥാനതല മത്സരങ്ങളിലേക്ക് പോയിട്ട് അതിലും നല്ല മികച്ച വിജയങ്ങൾ കൈവരിക്കാനായിട്ട് അതിന് പറ്റട്ടെ. ഞാൻ വിജയാശംസകൾ നൽകുക. ദിസ് ഈസ് അഹല്യ സൈനിങ് ഓഫ്. ബൈ.